മക്കളെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളുടെ പാർട്ട് 4ലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്നത് 18ാമത്തെ പേജിലെ ക്വസ്റ്റ്യനുകളാണ്. ആകെ 4 ക്വസ്റ്റ്യനുകളോടാ. വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസമേ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും പുതുതായിട്ട് പഠിക്കാനില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചത്, അതുമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. വാട്ട് ഇസ് ദ 25th ടേം? 25ാമത്തെ പദം ദാ ഈ കാണുന്ന ശ്രേണിയുടെ ഈ കാണുന്ന സീക്വൻസിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് X25നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആരാണ് X25? നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 24 പ്രാവശ്യം പൊതുവ്യത്യാസം ചേർന്നിട്ടുള്ള ആൾ. അങ്ങനെയാണെങ്കിൽ ഈ എഫിന് പകരം ഞാൻ അവിടെ എന്ത് എഴുതുന്നുണ്ട് മക്കളെ? ഫസ്റ്റ് ടേമിന് പകരം 1. ഞാനത് സീക്വൻസ് നോക്കിയിട്ട് എഴുതിയതാണ് കേട്ടോ, മാജിക് ഒന്നുമില്ല. പ്ലസ് 24 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് ആരാ? 11 1 കുറച്ച് കഴിഞ്ഞാൽ 10. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 240 ആണ്. അങ്ങനെ ഫൈനൽ റിസൾട്ട് 241. സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയ ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. 10ാം പദം 46. നമുക്കൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 10th ടേം 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഇസ് 51. X11 എന്ന് പറയുന്നത് 51 ആണെന്നും പറയുന്നുണ്ട്. അവിടെ ഫസ്റ്റ് ടേം ആണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും കോമൺ ഡിഫറൻസ് വേണമല്ലോ. ഞാൻ ആ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വിചാരിച്ചു മക്കളെ. ഡി ഇസ് ഈക്വൽ ടു എടാ 11ാമത്തെയും 10ാമത്തെയും അടുത്തുള്ള ടേംസ് അല്ലേ. 51 നിന്നും 46 കുറയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? 5 എന്നുള്ള ആൻസർ എഴുതി വയ്ക്കുന്നു. ഈ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള പരിപാടി നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിന് മുന്നേയും ചെയ്തതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഞാൻ നമ്മുടെ X10 ഒന്നുകൂടി എടുത്തെഴുതുന്നുണ്ട്. X10 ഇസ് ഈക്വൽ ടു 46. അയാളെ സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ചെഴുതാൻ വേണ്ടി തീരുമാനിച്ചു. F+9D ഇസ് ഈക്വൽ ടു 46 ആണ് എഴുതുന്നത്. F+9 ഇൻറ്റു ആ ഡിക്ക് പകരം ഡി നമുക്ക് കിട്ടിയ 5 ഞാനിവിടെ എന്ത് ചെയ്യുന്നു മക്കളെ? എഴുതി ചേർക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 46. ഓക്കെ, F പ്ലസ് ആ 9 ഇൻറ്റു 5നെ 45 എന്ന് എഴുതുന്നുണ്ടേ. വിച്ച് ഇസ് ഈക്വൽ ടു 46. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവിടെ ഉണ്ടാവുക? 46 മൈനസ് 45. ആൻസർ എഫ് എത്രയാണ് മക്കളെ കിട്ടുക? 1 ആണെന്നാണ് ഫസ്റ്റ് ടേം കിട്ടുക. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ശ്രേണിയിൽ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ വേണ്ടി എളുപ്പമല്ലേ? ഫസ്റ്റ് ടേം 1. ഓക്കേടാ. സെക്കൻഡ് ടേം അങ്ങനെയാണെങ്കിൽ 5 കൂട്ടിയിട്ട് 6. തേർഡ് ടേം ആരാ മക്കളെ? 11. ഫോർത്ത് ടേം ആരാ മക്കളെ? 16. ഫിഫ്ത്ത് ടേം ആരാ മക്കളെ? 21. അങ്ങനെ ആ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ടടാ? അവസാനിക്കുന്നത്. സിമ്പിൾ പരിപാടി, അതേ അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തോടാ? കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ വളരെ സിമ്പിൾ പാർട്ടാണ് അത്. കാരണം ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ മുന്നത്തെ ടോപ്പിക്ക് ഇതേ ടേംസ് പഠിച്ചതിനെ കൊണ്ട് ഭയങ്കര എളുപ്പമായിരിക്കും ഉണ്ടാവും. വാട്ട് ഇസ് ദ 21st ടേം ഓഫ് ദ സീക്വൻസ്? 21ാമത്തെ ടേമാണ് ചോദിച്ചത്. ആയിക്കോട്ടെ, നമുക്ക് X21 കണ്ടുപിടിക്കണം. X21 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആരാ മക്കളെ? F+20D എന്നാണ് നമ്മൾ പറയുക. ആണോല്ലോ. ഇവിടെ എഫ് തന്നത് ആരാ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 100 ആണ്. പ്ലസ് 20 ഡിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റു. ശ്രദ്ധിക്കണേ എടാ, 100 കഴിഞ്ഞ് 95 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 5 അല്ല മക്കളെ. ആരാണ്? -5 ആണ്. കുറഞ്ഞു വരുന്ന ആളാണ്. ഇൻറ്റു -5 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ 100 അതുപോലെ എഴുതി. പ്ലസ് 20 ഇൻറ്റു -5. ഈ 20 ഇൻറ്റു -5 ഇത് -100. നോക്കടാ, പ്ലസും മൈനസും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രയോറിറ്റി, പ്രാധാന്യം മുഴുവൻ ആർക്കാണ്? മൈനസിനാണ്. 100 -100 എന്നായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ 21ാമത്തെ പദം എന്ന് പറയുന്ന ആരാണ് മക്കളെ? 0 എന്ന് പറയുന്നതായിരിക്കും ആ ശ്രേണിയിലെ 21ാമത്തെ പദം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദൂരെയുള്ളൂ ആ ടോപ്പിക്കിൽ പറയാൻ വേണ്ടിയിട്ട്. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 56. ആയിക്കോട്ടെ, 10ാം പദം 56 ആണ്. ആൻഡ് ഇറ്റ്സ് 11th ടേം ഇസ് 51. 11ാമത്തെ പദം 51 ആണ്. അവിടുത്തെ ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ ചെയ്ത സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്തായാലും ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11ാമത്തതിൽ നിന്ന് 10ാമത്തത് കുറയ്ക്കണം. 51 നിന്നും, ശ്രദ്ധിക്കണം മക്കളെ, 51 നിന്നും 56 കുറയ്ക്കണം. അപ്പോൾ അവിടെ ഒരു മൈനസ് ഉള്ള ടേം അവർ -5 വരേണ്ടത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരിക അറിയുമ്പോൾ അത് പോസിറ്റീവ് 5 ആയിട്ടൊക്കെ എഴുതാൻ സാധ്യത ശ്രദ്ധിച്ചിട്ടില്ല. 51 നിന്ന് 11 നിന്ന് 10 കുറച്ചതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് കേട്ടോ. ഓക്കേടാ, ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും ഉള്ള സ്പ്ലിറ്റ് ചെയ്യടാ. നമുക്കിപ്പോൾ തൽക്കാലം ഈ X10 സ്പ്ലിറ്റ് ചെയ്യാം. X10 56 നമുക്കറിയാം. ആണോല്ലോ. അപ്പോൾ F+9D എന്ന് ഞാൻ അയാളെ മാറ്റി എഴുതുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 56.
എഫ് അറിയില്ല, വേണ്ട. 9 അങ്ങനെ തന്നെ വെച്ചു. ഡിക്ക് പകരം ഇൻറ്റു -5 എന്ന് ചേർക്കുന്നുണ്ട്. അത് ചെയ്താൽ കിട്ടേണ്ടത് എന്താ മക്കളെ? 56 കിട്ടേണ്ടത്. എഫ് അങ്ങനെ ഇരിക്കട്ടെ. പ്ലസ് 9 ഇൻറ്റു -5 ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 9 ഇൻറ്റു -5 ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 5 ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുത്താൽ മതി. ഓക്കേടാ. അപ്പോൾ അയാൾ നമുക്ക് കിട്ടുക -45 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ആൻസർ ആരെന്നെയാണ് തിരിച്ചു വരുന്നുണ്ട്? 56 വരുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതൊക്കെടാ. ഇവിടെയും നേരത്തെ അതേപോലെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നിട്ട് ആർക്കാ പ്രാധാന്യം ഉണ്ടാവുക? മൈനസിൻ്റെ പ്രാധാന്യം ഉണ്ടാവുക. എഫ് -45 സമം 56 എന്ന് അയാൾ മാറും. അപ്പോൾ ആരാടാ ഉണ്ടാവുക? എഫ് സമം 56 അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, പ്ലസ് 45 ചെയ്യാനുണ്ടാവും. ഓക്കെ, എഫ് സമം 45ഉം 56ഉം കൂട്ടിയ ആൾ അവിടെ എഴുതി വയ്ക്കുക, 101 എന്ന് പറയുന്നതായിരിക്കും ഉത്തരം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ് ആ ടോപ്പിക്ക്. നമ്മൾ ആ ഭാഗത്തുള്ള പേജിലുള്ള എല്ലാ ചോദ്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? എഴുതി തീർന്നിട്ടുണ്ട്.